കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും സംബന്ധിച്ച് സംസ്ഥാനത്തിൻ്റെ ധനപരമായ കാര്യങ്ങൾ സംബന്ധിച്ചുള്ള ചില പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നൊരു കേസുണ്ടായിരുന്നു. യൂണിയൻ ഗവൺമെൻറ് സംസ്ഥാനത്തിന് നൽകുന്ന വിവിധ തരത്തിൽ നൽകേണ്ട പണത്തിന്, അതുപോലെ സംസ്ഥാനത്തിന് സ്വാഭാവികമായി എടുക്കാവുന്ന കടത്തിൻ്റെ പരിധിക്ക് തുടങ്ങിയ കാര്യങ്ങളിൽ ചില അനാവശ്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു. സംസ്ഥാനത്തിന് സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്ന പ്രശ്നം സംസ്ഥാനം നേരത്തെ ഉന്നയിച്ചിരുന്നു. അതനുസരിച്ചിട്ട് വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതോടൊപ്പം തന്നെ ഭരണപരമായ എല്ലാ നയങ്ങളും നീക്കങ്ങളും നടത്തി സുപ്രീം കോടതിയിൽ സ്യൂട്ടുണ്ടായിരുന്നു. കേസ് ഇന്ന് സുപ്രീം കോടതിയിൽ വന്നിരുന്നു. നേരത്തെ ഈ കേസ് വരുന്ന സമയത്ത് സുപ്രീം കോടതി പറഞ്ഞതൊരു ഭരണപരമായ പ്രശ്നമെന്ന നിലയിൽ കോൺസ്റ്റിറ്റ്യൂഷണലായൊരു ഇഷ്യൂ ആണ്, ഫെഡറലിസത്തിൻ്റെ ഇഷ്യൂ ആണ്. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ, യൂണിയൻ ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും തമ്മിലുള്ള ഇത്തരം കാര്യങ്ങൾ കേസ് വഴി ആണോ നിങ്ങൾ ഇത് പരസ്പരം ചർച്ച ചെയ്ത് തീർക്കാമല്ലോ. അങ്ങനെ ചർച്ച ചെയ്യാൻ തീരുമാനിച്ചു. ആ ചർച്ച നടത്താൻ സംസ്ഥാനം കേരളം അപ്പം തന്നെ സമ്മതം അറിയിച്ചു. അതിനുശേഷം കേന്ദ്ര ഗവൺമെൻറ്റും അവരും സമ്മതം അറിയിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 15-ാം തീയതി ചർച്ചയുണ്ടായിരുന്നു. ആ ചർച്ചയുടെ തുടർച്ചയിൽ ഇന്ന് വീണ്ടും കോടതി ചേർന്നപ്പോൾ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ചർച്ച സംബന്ധിച്ച് യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ സമീപനം പറഞ്ഞു. നമ്മളോട് അവർ പറഞ്ഞതാണ്, ആ കാര്യം അവിടെ അറിയിച്ചു. അത് സംസ്ഥാനത്തെ സംബന്ധിച്ച് അങ്ങേയറ്റം നിരാശാജനകമായൊരു കാര്യമാണ്. സംസ്ഥാനത്തിൻ്റെ ഫിസ്ക്കൽ ഫെഡറലിസത്തെ വല്ലാതെ ബാധിക്കുന്നതെന്ന് മാത്രമല്ല, സംസ്ഥാനത്തിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന തരത്തിലേക്കുള്ളൊരു നിലപാടാണ് യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അവിടെ അറിയിച്ചിട്ടുള്ളത്. അത് അവർ പറഞ്ഞത് സംസ്ഥാനത്തിന് 10-12,000 രൂപയോളം 12-13,000 രൂപയോളം ഇനി നൽകാൻ പലതരത്തിലുള്ള അർഹതയുണ്ട്, കിട്ടാനുണ്ട്. അത് നൽകാനായിട്ട് തയ്യാറാകണമെങ്കിൽ സുപ്രീം കോടതി കൊടുത്തിരിക്കുന്ന കേസ് സംസ്ഥാനം പിൻവലിച്ചാൽ മാത്രമേ പറ്റൂ എന്നൊരു സമീപനമാണ് എടുത്തത്. സംസ്ഥാനത്തിൻ്റെ അഭിഭാഷകൻ കപിൽ സിബൽ അവിടെ കൃത്യമായി സംസ്ഥാനത്തിൻ്റെ മറുപടി പറഞ്ഞു, ഞങ്ങൾക്ക് സാധാരണഗതിയിൽ കിട്ടാനുള്ള, കേസൊന്നും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കിട്ടാനുള്ള തുകയാണ് ഈ പറഞ്ഞത്. ആ തുക കിട്ടണമെന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന നിങ്ങളുടെ ഭരണഘടനാപരമായ അവകാശം ഉയർത്തിക്കൊണ്ട് കൊടുത്തിരിക്കുന്ന പെറ്റീഷൻ തന്നെ പിൻവലിക്കണം, കേസ് തന്നെ പിൻവലിക്കണമെന്ന് പറയുന്നത് അങ്ങേയറ്റം ഇൻജസ്റ്റിസാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു സംസ്ഥാനത്തിൻ്റെ സ്ഥിതിയെ മുന്നോട്ട് പോകാനായിട്ട് സമ്മതിക്കാതിരിക്കുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായം പറഞ്ഞു. അങ്ങേയറ്റം സംസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നതാണ്. നമുക്ക് ഇത്തരം ഒരു കാര്യത്തിൽ കേസ് കൊടുത്തു എന്നുള്ളത് കൊണ്ട് നമ്മുടെ ഭരണഘടനാപരമായിട്ടുള്ള അവകാശം സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടതിൻ്റെ പേരിൽ തരേണ്ട പണം തരില്ല എന്ന് ഡിനേ ചെയ്യുന്ന ഒരു സമീപനം, നിഷേധിക്കുന്നൊരു സമീപനമാണ് വന്നിരിക്കുന്നത്. എന്തായാലും ആ കേസ് 6-ാം തീയതിയും 7-ാം തീയതിയുമായിട്ട് വെച്ചിരിക്കുകയാണ് സുപ്രീം കോടതി കേൾക്കാൻ. ഇന്നിങ്ങനൊരു സംഭവം വന്നിട്ടുണ്ട്. അത് പറയുക എന്നുള്ളത് നിങ്ങളോട് ഫസ്റ്റിൽ കേട്ടിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കൂടുതൽ വരുന്നതേ ഉള്ളൂ. കേട്ടിട്ട് തന്നെ നിങ്ങളോട് പറയേണ്ടത് ആവശ്യമാണ്. കാരണം വസ്തുതാപരമായിട്ട് എന്തൊക്കെയാണ് അവർ പറഞ്ഞതെന്നുള്ളത് പൂർണ്ണമായി വരുന്നതിന് മുമ്പ് തന്നെ ഭാഗികമായ സത്യങ്ങൾ പുറത്തു വരാൻ പാടില്ല. ഇതിനകത്ത് സംസ്ഥാനത്തിന് അങ്ങേയറ്റം അർഹമായ, ഇപ്പോൾ കഴിഞ്ഞ വർഷവും അതിനങ്ങേ വർഷവും ഈ വർഷവും മറ്റ് സംസ്ഥാനങ്ങൾക്ക് കിട്ടുന്ന പല തുകകളുണ്ട്. ആ തുക, ആ പണം, ആ ഫണ്ട്, സംസ്ഥാനത്തിൻ്റെ അവകാശപ്പെട്ട ആ തുക ബൊറോ ചെയ്യുന്നതിനുൾപ്പെടെ ഉള്ള കാര്യങ്ങൾക്ക് തടസ്സം വരേണ്ട കാര്യമില്ല. ഇങ്ങനൊരു പെറ്റീഷൻ ഉണ്ടായിരുന്നില്ലെങ്കിൽ തടസ്സമില്ല. അപ്പോൾ അത് എടുക്കുന്നതിന് തടസ്സം പറഞ്ഞ അഭിപ്രായമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളെ അങ്ങേറ്റം നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ബാധിക്കുന്ന തരത്തിലേക്ക് തടസ്സപ്പെടുത്തുന്ന ഒരു ഫലത്തിൽ അങ്ങനെ തടസ്സപ്പെടുത്തുന്ന സ്ഥിതിയിലേക്കാണ് എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ 6-ഉം 7-ഉമായിട്ട് ഇനി കേസ് വരികയാണ്. ഈ ഒരു സമീപനം സംസ്ഥാനങ്ങളോട് എടുക്കുന്നത് എന്തുകൊണ്ട് എന്നുള്ളതാണ് ഒരു പ്രശ്നം. അപ്പോൾ അത് സംബന്ധിച്ച് നമ്മളിങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. ഈ വിഷയം ഇതാണ്, അല്ലാതെ വേറെ എന്തെങ്കിലും ചിലപ്പോൾ ഭാഗികമായ വിഷയങ്ങളായിരിക്കും വരുന്നത്. അതുകൊണ്ട് ഈ വസ്തുത നിങ്ങളോട് പറയണമെന്ന് കരുതി. വിശദമായ അതിൻ്റെ കാര്യങ്ങൾ ഒന്നുകൂടെ നോക്കിയിട്ട് അടുത്ത ദിവസം പറയാം. എന്നാൽ ഇന്ന് വന്ന കാര്യം അനുസരിച്ച് കുറച്ച് മുമ്പാണ് അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വിവരം കിട്ടിയത്. അല്ല, സാധാരണഗതി നിങ്ങളൊരു പെറ്റീഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ന്യായമായി കിട്ടുന്നത് പോലും തരില്ല എന്ന് പറയുന്നത് അതൊരു ന്യായമല്ലല്ലോ. അതാണിപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. അത് നിങ്ങൾക്ക് അവിടെ നിന്നുള്ള വെർബാറ്റവും കോടതി വിധിയും എല്ലാം കിട്ടുന്ന, കോടതി വിധിയല്ല കോടതിയിലെ വാദത്തിൻ്റെ വിവരങ്ങൾ കിട്ടും. നിങ്ങളുടെ എല്ലാം പ്രതിനിധികൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരും ചിലർ വിളിച്ചിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് കൊല്ലത്ത് പത്രപ്രവർത്തകരെ കാണുന്നുണ്ട്. സംസ്ഥാനത്തിൻ്റെ അവസ്ഥ ഇതാണ്. സംസ്ഥാനത്തിന് ഏറ്റവും ന്യായമായി ഇതൊന്നുമില്ല, പെറ്റീഷനൊന്നും കൊടുത്തില്ലെങ്കിലും കിട്ടേണ്ട പണം നിങ്ങൾക്ക് തരാം, പക്ഷേ അല്ലെങ്കിൽ അങ്ങനെയുള്ള പണം ഉൾപ്പെടെ നിങ്ങൾ പെറ്റീഷൻ പിൻവലിച്ചാലേ തരൂ എന്ന് പറയുന്നൊരവസ്ഥയാണ് ഇന്നുണ്ടായത്.
അങ്ങനെ നമ്മൾ ആവശ്യപ്പെട്ടതെല്ലാം തരാമെന്നല്ല. നമ്മളവിടെ ഉന്നയിച്ചേക്കുന്ന വിഷയത്തിൽ കുറേയേറെ കാര്യങ്ങളുണ്ട്, അതെല്ലാം തരാമെന്നുള്ളതല്ല പറഞ്ഞേക്കുന്നത്. അല്ല 1300 തുകയൊക്കെ അത് വളരെ വലുതാണ്. കാരണം ഇപ്പം ഈ ഫെബ്രുവരി മാർച്ച് മാസത്തിൽ ഏറ്റവും കൂടുതൽ ചിലവ് വരുന്ന സമയത്ത് സാധാരണഗതി നമ്മൾ എടുക്കേണ്ട കുറേ പണമുണ്ട്. അതിനകത്ത് 2-3 ഇനം പണങ്ങളുണ്ട്. അത് സാധാരണ കഴിഞ്ഞ വർഷം കിട്ടിയതാണ്. അപ്പോൾ അവർ പറയുന്നത് നിങ്ങൾ ഈ കേസ് കൊടുത്തപ്പോൾ ഇതെല്ലാം ആ കേസിൻ്റെയൊക്കെ പരിധി വരുന്നതല്ലേ, അതുകൊണ്ട് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അത് അല്ല, സംസ്ഥാനത്തിനെ വല്ലാതെ ബാധിക്കുകയും കേന്ദ്ര ഗവൺമെൻറ് ഇങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതുമാണ്. അതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. എന്തായാലും വിശദമായി കേസ് കേൾക്കണം എന്ന് കേരളം പറയുകയും അത് 6-ാം തീയതി 7-ാം തീയതി ആയിട്ട് 2 കൂട്ടരുടെയും കാര്യങ്ങൾ കേൾക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഫലത്തിലെന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ന്യായം ചോദിക്കാൻ പോകുമ്പോൾ നിങ്ങളൊരു ന്യായമല്ല നടന്നതെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ അന്യായമാണ് ഞങ്ങൾ തന്നേക്കുന്ന കുറച്ചുള്ളത് പോലും പിടിക്കുമെന്ന് പറയുന്ന തരത്തിലാണല്ലോ ഇതിൻ്റെ ഫലം വന്നേക്കുന്നത്. പക്ഷേ ഒന്നുകൂടെ വിശദമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ അടുത്ത ദിവസം ഒന്നുകൂടെ നോക്കി പറയാം. ഇതാണ് പ്രൈമറി ആയിട്ടുള്ള റെസ്പോൺസാണ്. അല്ല, ഇത് ഒരു സ്വാഭാവികമായി കിട്ടേണ്ടത് തന്നെ കിട്ടുന്നില്ല എന്നല്ലേ ഇപ്പം പറഞ്ഞു. സാധാരണഗതി കിട്ടേണ്ടതാണ്. അത് കൃത്യമായിട്ട് നമ്മുടെ വക്കീലും അവിടെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ വന്നേക്കുന്നത്. കേരളമല്ല, കേന്ദ്രം. അല്ല, കേന്ദ്രം പറഞ്ഞത് ഈ ഒരു ഹർജി പെറ്റീഷൻ പിൻവലിച്ചാലേ ഞങ്ങൾക്ക് ഈ കൊടുക്കാനുള്ളതും കൊടുക്കാൻ പറ്റുമെന്നാണ്. അതാണ് അതിനകത്ത് പ്രശ്നം. കൊടുക്കാനുള്ളതായതുകൊണ്ടാണല്ലോ തുക എത്തിയത്, അവരറിവ് ചെയ്തത്. കേരളം പറയുന്ന മറ്റു ചില കാര്യങ്ങളുണ്ട്, ആ കാര്യങ്ങളൊന്നും അല്ല. ഇത് നിങ്ങൾക്ക് ഈ സാധാരണഗതി തരാനുള്ളത് പോലും തരണമെങ്കിൽ ഇത് പിൻവലിക്കണമെന്ന് പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സ്ഥിതി? തെരഞ്ഞെടുപ്പിന് മുമ്പിലാവുമ്പോൾ ഉണ്ടാകുന്നത് എന്തൊക്കെയാണെന്ന് നോക്കണം. ഇത് കോടതിയിലാണ് കിടക്കുന്നതെന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇതിനപ്പുറം പറയാത്തത്. എന്തായാലും കേന്ദ്രം എടുത്ത ഈ നിലപാട് സാധാരണഗതിയിൽ ആരും പ്രതീക്ഷിക്കുന്നതല്ല. നിങ്ങൾക്ക് തരാനുള്ളത് തന്നെ തടഞ്ഞു വെക്കുന്നു എന്നുള്ള സ്ഥിതിയിലല്ലേ വന്നത്. അല്ല, ഇപ്പം നിയമപരമായിട്ട് പോരാട്ടത്തിൽ പോകാനും 6-ാം തീയതി 7-ാം തീയതി ആയിട്ട് സുപ്രീം കോടതി ഈ കേസ് ഇപ്പം അങ്ങനെയാണ് ഇരിക്കുന്നത്. 6-ാം തീയതി 7-ാം തീയതി കേസ് സുപ്രീം കോടതി വിശദമായി കേൾക്കാമെന്ന് പറഞ്ഞ് വെച്ചിരിക്കുകയാണല്ലോ.